ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നടനാണ് മണിയൻപിള്ള രാജു. നടൻ എന്നതിലുപരിയായി നിർമ്മാതാവ് എന്ന നിലയിലും മണിയൻപിള്ള രാജു സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി മാത്രമേ മണിയൻപിള്ള രാജുവിനെ കാണാൻ സാധിച്ചിട്ടുള്ളൂ. അതേ ചിരിയോടെയാണ് അദ്ദേഹം ക്യാൻസറിനെ നേരിട്ടതും. പോയ വർഷമാണ് മണിയൻപിള്ള രാജുവിന് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുന്നത്. തുടർന്ന് കഠിനമായ ചികിത്സയും പിന്നീടുള്ള വിശ്രമകാലവും എല്ലാം മറികടന്ന് അതേ ചിരിയോടെ അദ്ദേഹം മടങ്ങി വരികയാണ്. ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ തന്റെ രോഗത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സ് തുറക്കുന്നുണ്ട്. ചെവിവേദനയായിരുന്നു തുടക്കം. പല ENT ഡോക്ടർമാരെയും കണ്ടു. തുടരും സിനിമയുടെ ലൊക്കേഷനിലുള്ളപ്പോൾ കൊട്ടിയത്തുള്ള ഡോക്ടർ കനകരാജിന്റെ അടുത്തുപോയി. എക്സ്റേ നോക്കിയപ്പോൾ പല്ലിന്റെ അവിടെയുള്ള ഞരമ്പ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് വേദനയെന്ന് പറഞ്ഞു. സ്റ്റീലിന്റെ പല്ലായിരുന്നു അവിടെ. അത് ഇളക്കി മാറ്റി സെറാമിക് പല്ല് വെച്ചു. പക്ഷെ പിറ്റേന്ന് വീണ്ടും വേദന. മണിയൻപിള്ള രാജു പറയുന്നു. മൂത്ത മകൻ അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു. എം ആർ ഐ എടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് MRI പേടിയാണ്. ലിഫ്റ്റും ഇടുങ്ങിയ മുറിയുമെല്ലാം പേടിയുള്ള ആളാണ് ഞാൻ. സ്കാൻ ചെയ്തപ്പോൾ രോഗം കണ്ടെത്തി. 5 കീമോതെറാപ്പിയും 30 റേഡിയേഷനും ചെയ്തു. റേഡിയേഷൻ സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഓണ സീസണാണ്, എല്ലായിടത്തും ഓഫറുണ്ട്, 30 റേഡിയേഷൻ എന്നുള്ളത് 29 ആക്കി കുറച്ചുകൂടെ? അദ്ദേഹം പറയുന്നു. 82 കിലോയിൽ നിന്നും 16 കിലോ കുറച്ചു. സർജറി ചെയ്തതുകൊണ്ട് ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എല്ലാം ശരിയായി വരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. മോഹൻലാലിനൊപ്പം അഭിനയിച്ച തുടരുമാണ് മണിയൻപിള്ള രാജുവിന്റേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ബബ്ബബ്ബ ആണ് അണിയറയിലുള്ള സിനിമ.